വൈസ് ചെയർമാൻ സ്ഥാനം ഹുസൈൻ മടവൂർ രാജിവെച്ചിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് ഇടത് സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് അനർഹമായത് നൽകുന്നു എന്നുള്ളതാണ്. അതേക്കുറിച്ച് പ്രതികരിക്കാൻ ഹുസൈൻ മടവൂർ തന്നെ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ചിട്ടുള്ള രാജിയാണ്. സ്വാഭാവികമായി ആ പ്രസ്താവനയെക്കുറിച്ച് എന്താണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വാസ്തവ വിരുദ്ധമാണ്, അപക്വവുമാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരു സ്ഥാനത്തുള്ള വ്യക്തി പറയാൻ പാടില്ലാത്തതാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ SNDPയുടെ നേതാവാണ് എന്ന് മാത്രമല്ല, ഞങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന നവോത്ഥാന സമിതിയുടെ നേതാവാണ്, അതിൻ്റെ ചെയർമാനാണ്, അതിൻ്റെ ഒരു വൈസ് ചെയർമാനാണ് ഞാൻ. എല്ലാ സമുദായങ്ങളിലും നവോത്ഥാന ചിന്തയുള്ള ആളുകൾ കൂടിയിരുന്നുണ്ടാക്കിയ ഒരു സമിതിയാണത്. അതിൽ ഈ കേരളം ഇന്നത്തെ കേരളമായി തീരുന്നതിന് നവോത്ഥാന നായകന്മാർ വഹിച്ച പങ്ക് പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുക, അതിന് നവോത്ഥാന ചരിത്രം ക്രോഡീകരിക്കുക, മ്യൂസിയങ്ങൾ ഉണ്ടാക്കുക, സെമിനാർ നടത്തുക തുടങ്ങിയൊക്കെ അതിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും വക്കം മൗലവിയുടെയും ഒക്കെ നവോത്ഥാന ആ പ്രവർത്തനം ജനങ്ങൾ അറിയണം. ആ ഒരു സ്ഥാനത്ത് അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളൊരു സമുദായമാണ് മുസ്ലിം സമുദായം. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഈഴവ സമുദായത്തെ അവഗണിച്ചു എന്നതാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ വിഷയം. അത് അദ്ദേഹത്തിന് പറയാം, ഈഴവ സമുദായം അവഗണിക്കാൻ പാടില്ല, അത് വലിയ ഒരു സമുദായമാണ്. പക്ഷേ അത് പറഞ്ഞതിന് തെളിവായി അദ്ദേഹം പറയുന്നത് ഇടതുപക്ഷ സർക്കാർ മുസ്ലിങ്ങൾക്ക് കൂടുതൽ കൊടുത്തു, മുസ്ലിം പ്രീണനം അതുണ്ടായി. മാത്രമല്ല, മലപ്പുറത്ത് നിന്ന് വണ്ടി കയറി തിരുവനന്തപുരത്തെത്തിയ ഒരു ദിവസം കൊണ്ട് അവർ കാര്യം നേടിപ്പോകുന്നു, ഈഴവ സമുദായത്തിനൊന്നും കിട്ടുന്നില്ല എന്നൊക്കെ. അതൊന്നും അങ്ങനെ പറയാൻ പാടില്ലല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചതിൻ്റെ ഒരു നന്ദിയായി കഴിഞ്ഞ ഇലക്ഷനിൽ മുസ്ലിങ്ങൾ ഒന്നിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണ്ടേ? അത് ചെയ്യാതിരുന്നതും പിന്നെ അതിൻ്റെ ഫലം കാണാതിരുന്നതിൽ നിന്ന് തന്നെ പിണറായിയുടെ ഗവൺമെൻറ് അവർ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു എന്ന് ഇദ്ദേഹം വെള്ളാപ്പള്ളി പറഞ്ഞത് ശരിയല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയല്ലോ. അതാണ് മറ്റൊന്ന്, പ്രത്യേകിച്ച് ഈ നവോത്ഥാന സമിതി എന്ന് പറയുന്നത് സർക്കാർ മുൻകൈയെടുത്ത് രൂപീകരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ മുൻകൈയെടുത്ത് രൂപീകരിക്കുന്നു. സ്വാഭാവികമായും വെള്ളാപ്പള്ളി അതിൻ്റെ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഈ പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു. പക്ഷേ സ്വാഭാവികമായി താങ്കൾ അതിൻ്റെ വൈസ് ചെയർമാൻ സ്ഥാനം ഈ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് രാജിവെക്കുമ്പോൾ സ്വാഭാവികമായി സർക്കാരിൻ്റെ ഒരു വെള്ളാപ്പള്ളിക്കെതിരെയുള്ള പ്രതിഷേധം അതിനകത്ത് നിന്നുകൊണ്ടല്ലേ വ്യക്തമാക്കേണ്ടത്? അതിനകത്ത് തന്നെയാണ് നമ്മളുള്ളത്. നമ്മൾ ആ പ്രസ്ഥാനത്തിലുണ്ട്, ആ സമിതിയിലുണ്ട്. ഈ സ്ഥാനമാണ് രാജിവെച്ചിട്ടുള്ളത്. അത് അല്ലാതെ മറ്റൊരു പ്രതിഷേധം എന്താണ് അദ്ദേഹത്തെ അറിയിക്കാനുള്ളത്? ചെയ്യാൻ പാടില്ലാത്തതാണല്ലോ. പിന്നെ ഈ സമിതി തന്നെ അതിൻ്റെ ആദ്യ യോഗത്തിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മീറ്റിങ്ങിലും വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സപ്പോർട്ട് അതിനുണ്ട്. അത് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട്. നിഷ്പക്ഷമായി പോകണമെന്നുമാണ്. പക്ഷെ എങ്ങനെയാണ് അദ്ദേഹം മുസ്ലിം സമുദായത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് എന്നാണ്. മുസ്ലിം സമുദായത്തിൻ്റെ ഇപ്പോഴും അഭിപ്രായം എന്താണെന്നറിയോ? ജനസംഖ്യാനുപാതികമായി അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല എന്നാണ്. അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും കുട്ടികൾക്ക് പഠിക്കുവാനുള്ള അഡീഷണൽ ബാച്ചുകളാണെങ്കിലും തൊഴിൽ മേഖലയിലാണെങ്കിലും ഒക്കെ കിട്ടുന്നില്ല എന്നാണ് മുസ്ലിം സമുദായത്തിൻ്റെ പരാതി. ഈ ഈഴവർക്ക് അങ്ങനെ അർഹമായത് കിട്ടുന്നില്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് പോരാടാനാണോ? അത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്താ അറിയോ, പല നിലക്കുള്ള കൂട്ടായ്മകൾ ഉണ്ടാവണം. ഇപ്പം ഈഴവരും മുസ്ലിങ്ങളും ദളിത് പിന്നോക്ക വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, പിന്നോക്കക്കാർ, അവരുടെ കൂട്ടായ്മ ഉണ്ടാവണം. അതേപോലെ ന്യൂനപക്ഷം ഇപ്പോൾ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, അതുപോലെ ബുദ്ധിസ്റ്റുകൾ, പാർസികൾ, ഇങ്ങനെ ജൈനമതക്കാർ 6 വിഭാഗങ്ങളുണ്ട് നമ്മുടെ മൈനോറിറ്റി. അവർക്ക് കേന്ദ്ര ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും മൈനോറിറ്റി കമ്മീഷനും മൈനോറിറ്റി മിനിസ്ട്രിയൊക്കെ അതൊരു കൂട്ടായ്മയാണ്. അങ്ങനെയുള്ള വ്യത്യസ്ത കൂട്ടായ്മകളിലൂടെ പിന്നോക്കമായി പോയ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം ഉണ്ടാവണം. അതാണ്. മറ്റൊന്ന്, ഈ സ്വാഭാവികമായിട്ടും ഈ പിണറായി സർക്കാർ വന്ന സമയത്ത് ന്യൂനപക്ഷത്തിന് എന്തെങ്കിലും അധികമായി ലഭിച്ചിട്ടുണ്ടോ? അല്ല, കാരണം പ്രത്യേകിച്ച് വെള്ളാപ്പള്ളിയൊക്കെ ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ വെള്ളാപ്പള്ളിയുടെ ഈ ആരോപണം ആർക്കാണ് ഗുണം ചെയ്യുക? വെള്ളാപ്പള്ളിയുടെ ആരോപണം ഗുണം ചെയ്യുന്നത് വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കായിരിക്കും. കാരണം അദ്ദേഹം പറഞ്ഞതിന് ഒരു തെളിവും പറഞ്ഞിട്ടില്ല. ഇന്ന കാര്യത്തിൽ മുസ്ലിം സമുദായം അവരുടെ ജനസംഖ്യയുടെ അധികമായി ഇന്നത് നേടി എന്ന് പറയാൻ ഒന്നുമില്ല. പിന്നെ അത് ഉപകാരപ്പെടുന്നത് എപ്പോഴും മുസ്ലിം വിരോധം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ക്രൈസ്തവ വിരോധം ഉണ്ടാക്കുക, ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിരോധം സൃഷ്ടിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് ഉപകാരപ്പെടും. എന്തായാലും ഇടത് സർക്കാർ ന്യൂനപക്ഷങ്ങൾക്ക് അധികമായി ഒന്നും നൽകിയിട്ടില്ല ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ന്യൂനപക്ഷങ്ങൾക്ക് അധികമായി ഒന്നും നൽകിയിട്ടില്ല. പല കാര്യങ്ങളും ഇനി നൽകേണ്ടതുണ്ട്.
തീർച്ചയായിട്ടും. കാരണം വെള്ളാപ്പള്ളിയെ അദ്ദേഹം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് കൃത്യമായ മറുപടി അദ്ദേഹം നൽകുകയാണ്. കാരണം ഈ ഇടത് സർക്കാർ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അനർഹമായൊരു അവകാശമൊന്നും നൽകിയിട്ടില്ല. അങ്ങനെ ഈഴവർക്ക് എന്തെങ്കിലും ലഭിക്കാനുണ്ടെങ്കിൽ അത് ഒരുമിച്ച് നിന്ന് ചോദിക്കുകയായിരുന്നു വേണ്ടത്. അത്തരത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നു വെള്ളാപ്പള്ളി ഒരുക്കേണ്ടിയിരുന്നത്. മറ്റൊന്ന്, വെള്ളാപ്പള്ളി ഇത്തരത്തിലൊരു പ്രസ്താവന ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമായി സർക്കാർ നൽകുന്നു എന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ അത് തീർച്ചയായും സഹായിക്കുന്നത് വർഗീയ ഫാസിസ്റ്റുകളെയാണെന്നും ഹുസൈൻ മടവൂർ വ്യക്തമാക്കുന്നു. അതിലുള്ള പ്രതിഷേധം അറിയിക്കാനാണ് അതിൻ്റെ ചെയർമാൻ കൂടിയായ വെള്ളാപ്പള്ളിയുടെ ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് താൻ നവോത്ഥാന സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചത് എന്നും അദ്ദേഹം കേരള വിഷൻ ന്യൂസിനോട് വ്യക്തമാക്കുകയാണ്.